അങ്ങനെ നമ്മൾ ആ ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അതാണ് ഇപ്പോൾ കടപ്പ എത്തിയിട്ടുണ്ട്. നേരെ പോകുമ്പോഴേക്കും കടപ്പേൻ്റെ ഒരു സർക്കിളാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്കിനി ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് വിജയവാഡയ്ക്ക് പോകാനുള്ളത്. നമ്മളിന്ന് എന്തായാലും ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചിട്ട് കിടന്നിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ അങ്ങോട്ട് സൈക്കിള് ഔട്ടൽ പോയി കഴിഞ്ഞാലും ഇനിയിപ്പോൾ പെട്ടെന്ന് ഇവിടേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6:30 ഇത്രയും വെട്ടമുണ്ട്. പക്ഷേ ഒരു 7 മണിയാകുമ്പോൾ തന്നെ ഒറ്റയടിക്ക് ഇരുട്ടാവും. അപ്പോൾ അതിനു മുമ്പ് പിന്നെ നമുക്ക് ടെൻ്റ് അടിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം. ടെൻ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഇവിടെ തന്നെ ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല സൈസ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ കടപ്പയിലാണ് എത്തിപ്പെട്ടത്. കടപ്പയിൽ എത്തിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ റോഡാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്കുള്ള വഴി കയറിയിട്ട് ഇന്നലെ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. ആദ്യം ടെൻ്റ് അടിച്ചപ്പോഴേക്കും നമ്മൾ ആ സൈഡിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ ബാക്കിൽ കാണുന്ന ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്നു. അപ്പോൾ പുള്ളി ഇന്നലെ വൈകുന്നേരം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് സൈഡിൽ ടെൻ്റ് അടിക്കേണ്ട, അവിടെ നിന്ന് വല്ല പാമ്പ് കാര്യങ്ങളൊക്കെ കയറി വന്നാലും നിനക്ക് പണിയല്ലേ, നടുക്കാൻ ഇട്ടോ അങ്ങനെ വരെയൊന്നുമില്ല, എന്നാലും നടുക്കോട്ട് മാറ്റി ടെൻ്റ് അടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ രാത്രി ടെൻ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ ആ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായി. അങ്ങനെ ഇപ്പോൾ സമയമൊന്നും പറഞ്ഞാൽ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് ആ വഴിയാണ് പോകാനായിട്ടുള്ളത്. ആ വഴിയിൽ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഒരു സർക്കിൾ വരും. അവിടെ എത്താൻ നേരത്ത് അവിടെ നിന്ന് ലെഫ്റ്റ് പോകാൻ നേരത്താണ് വിജയവാഡ. അപ്പോൾ നമുക്ക് ഇന്ന് വിജയവാഡയിലേക്കാണ്. വിജയവാഡയിലേക്ക് ഏകദേശം 400 കിലോമീറ്ററിൽ മേളിലുണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും 4 ദിവസം 5 ദിവസത്തെയും പിടിക്കും. അപ്പോൾ പോണ വഴിക്കുള്ള നല്ല കുറേ കാഴ്ചകൾ എന്തായാലും നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കണമായിരിക്കും. അപ്പം ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇനി ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് സമയം എന്തായാലും പോകും. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ എവിടെയെങ്കിലും നിന്നാലേ നമുക്ക് നല്ല രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ നേരത്ത് പണി കിട്ടും. കാരണം റൂട്ടൊക്കെ നോക്കാനാണെങ്കിൽ ഫോണിനും ഒട്ടും ചാർജ് ഇല്ല. ഫോൺ ആദ്യം തന്നെ ചാർജ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ക്യാമറ ഒന്ന് ചാർജ് ചെയ്യണം. ക്യാമറയുടെയും ബാറ്ററിയൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ ഇന്നലെ ടെൻ്റ് അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ക്യാമറ അതുപോലെ തന്നെ പവർ ബാങ്ക് ഫോണെല്ലാം ചാർജ് തീർന്നിട്ട് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും മഞ്ഞ വഴിക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ പോണ വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ചാർജ് കുത്താലാന്ന് പറഞ്ഞ് കയറിയത്. അപ്പോൾ ഇവിടെ ഫുഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ചായ കുടിച്ചിട്ട് ഇവരോട് ചോദിച്ചപ്പോഴേക്കും ഇവിടുത്തെ പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പുള്ളിക്കാരൻ്റെ കൂടി ചാർജർ വന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കുത്തിയിട്ട് വന്നു പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ മേളിലായി ഇവിടെ. അപ്പോൾ നമ്മുടെ കുട്ടൂസൻ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഹോട്ടലിൻ്റെ അകത്ത് നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം കുത്തിയിട്ടേക്കണം. അപ്പോൾ ഒരു പവർ ബാങ്ക് ഇപ്പോൾ ഫുൾ ചാർജായി. ഇപ്പോൾ സ്പീക്കർ, അതുപോലെ തന്നെ ടാബ്, നമ്മുടെ ഗോപ്രോൻ്റെ ബാറ്ററി, അടുത്ത പവർ ബാങ്ക്. ഇതിപ്പോൾ പുള്ളിക്കാരൻ തന്ന ചാർജറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ചാർജർ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞ് എൻ്റെ ഈ ചാർജറും കൂടി എടുത്ത് നീ ചാർജ് ചെയ്തു. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ചാർജ് ആക്കിയിട്ട് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എത്തിപ്പെട്ട റയലസീമ കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടലിലെ നമ്മൾക്ക് കുറേ വഴികളൊക്കെ പറഞ്ഞത് ഈ ബ്രദറാണ്. ബ്രോ നെയിം? ബാലകൃഷ്ണ. അണ്ണ പേര്? സുരേഷ് റെഡ്ഡി. വിഷ്ണു. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ കുറേ സൗകര്യങ്ങൾ വന്നിട്ടുണ്ടായത്. നമ്മുടെ ചാർജറും കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം കുത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ചാർജെല്ലാം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടനോട് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നേരത്തൊരു മന്ദിരമുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് ഇത് തന്നെയായിരുന്നു. അപ്പോൾ വേർപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റിവറി പോകണമെങ്കിൽ നല്ല വെള്ളത്തിൽ തന്നെ ഞാൻ നോക്കി വന്നിരുന്നു. പെട്രോൾ പമ്പൊക്കെ നോക്കിയിട്ട് ഇവിടെ പെട്രോൾ പമ്പൊന്നും അധികം കണ്ടില്ല. ആകെ കണ്ട ഒരു പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിനിയിപ്പോൾ പോയിട്ട് ആ റിവറിൽ നിന്ന് നല്ലോണം കുളിച്ചൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ മന്ദിറിൽ പോകണം. മന്ദിറിൽ ഇന്ന് ഉച്ചഭക്ഷണവും ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അത് ഇവിടുത്തെ അല്ല, പറഞ്ഞ മന്ദിറിൻ്റെ അവിടെ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു മന്ദിരമുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഉച്ചഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് എന്തായാലും അങ്ങോട്ട് പോകാൻ നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോകണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കാരണം രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ കഴിക്കാനായിട്ട് ഉച്ചക്കുള്ള കാര്യങ്ങൾ റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലോട്ട് ചായയൊക്കെ കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രോ വന്നിട്ട് നമുക്ക് ഓരോ ചായകളൊക്കെ തന്നിട്ടിരിക്കും. ഇപ്പം എന്നോട് കുറേ നേരം വലിയ ഇരിക്കണം, എന്നാൽ ഒരു കൂൾ ഡ്രിങ്ക്സ് തരട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് തരാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ്. കാരണം നമ്മളിവിടെ ഒരു ഭാരം ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടും അവർ ഓരോ സാധനങ്ങളെ കൊണ്ടിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കണം, ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഏകദേശം ചാർജ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ 12 മണിക്ക് മുമ്പ് എത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുറേ കാണുകയാണ് ആ ഹോട്ടൽ. അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ളതും വിജയവാഡ എന്ന് പറഞ്ഞ ഈ റൂട്ടാണ്.
അപ്പോൾ ഇപ്പോൾ പറഞ്ഞു തന്ന മന്ദിരം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വഴിയിലൂടെ ഏകദേശം ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എത്തുമെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ വഴി അപ്പുറത്തൂടി കറങ്ങിക്കഴിഞ്ഞാൽ ഒരു 7 കിലോമീറ്റർ കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറങ്ങി ഈ ഹൈവേ തന്നെ അപ്പുറത്തെ വഴി എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ഈ വഴി പോയിട്ട് ഇന്ന് എന്തായാലും റിവറിലൊക്കെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി ഭക്ഷണം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ടായിരിക്കുള്ളൂ അപ്പുറത്തോട്ട് എത്തണത്. നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ഗ്രാമങ്ങളിലൂടെ പരിചയപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് അറിയണ അറിവുകളെല്ലാം ശേഖരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് എത്തിപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഉള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് മന്ദിറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പുഷ്പഗിരി എന്നാണ്. അപ്പോൾ പുഷ്പഗിരി ടെമ്പിളിലേക്ക് പോണ കാഴ്ചയാണ്. ഇപ്പോൾ ചുറ്റിനും കൃഷിയിടമാണ്, പിന്നെ അറ്റത്തിങ്ങനെ മലകളാണ്. അപ്പോൾ ആ മലേൻ്റെയൊക്കെ ഭാഗത്തോട്ട് എത്തിപ്പെട്ടിട്ട് വേണം അങ്ങോട്ടേക്ക് തിരിയാനുള്ള വഴി. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ്. ഇല്ലെങ്കിൽ അവിടെ കയറിയില്ലായിരുന്നു വെച്ചെങ്കിൽ ഈ സ്ഥലം അറിയപ്പെടില്ലായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് നേരെ വിജയവാഡയിലോട്ടുള്ള ഹൈവേ കൂടി പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോഴാണ് ആ ചേട്ടനെ കണ്ടിട്ട് ആ കടയിലെ ചേട്ടനെ നമ്മളോട് പറഞ്ഞത് ഇവിടെ എന്തായാലും ആൾക്കാരൊക്കെ വരാറുണ്ട്, വീഡിയോ ഒക്കെ ചെയ്യാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അത്യാവശ്യം നല്ല ഫേമസ് ആണെന്ന് പറഞ്ഞു ഇവിടെ. അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് രണ്ടാമത്തെ കാശി എന്നറിയപ്പെടുന്ന മന്ദിരം കൂടിയാണത്. അങ്ങനെ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വില്ലേജിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് ഞാൻ കുറേ നേരമായിട്ട് കടകൾ നോക്കണമായിരുന്നു, കടയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് കഴിക്കാനായിട്ട് ലേസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു. ആ ചേട്ടനും നമ്മളോട് പറഞ്ഞത് പുഷ്പഗിരി ടെമ്പിൾ നല്ലതാണ്, അപ്പോൾ നീ എന്തായാലും അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ നാം प्रशांत ओ ये विलेज है, वो विलेज का नाम മുൾപ്പാക്ക്. അപ്പോൾ ഈ ചേട്ടൻ്റെ നമ്മൾ ലൈസൊക്കെ മേടിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് ഈ വഴിയിൽ കൂടിയാണ്. ഇവിടുന്ന് ഏകദേശം 2-3 കിലോമീറ്ററും കൂടി പോയാൽ മതി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വില്ലേജിലെ കാഴ്ചകളൊക്കെ. അങ്ങനെ നമ്മൾ ആ വില്ലേജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല കയറ്റം വരുന്നു. അപ്പോൾ കയറ്റമൊക്കെ കയറിയിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി ഇറക്കുകയാണ്. അത് കഴിയുമ്പോൾ വീണ്ടും കയറ്റമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ റിവർ ഉണ്ട്. ഈ റിവർ പോയെത്തണ ഭാഗത്തൊക്കെ തന്നെയാണ് ആ മന്ദിരം ഉള്ളത്. കാരണം അവർ പറഞ്ഞത് മന്ദിറിൻ്റെ മുമ്പിൽ തന്നെ ഇതേപോലെ റിവർ ഉണ്ട്, അപ്പോൾ കുളിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ. ഞാനിവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കിയാണ്, പക്ഷേ ഇവിടെ നല്ല താഴ്ച ഉണ്ട്. പിന്നെ സൈക്കിള് നമുക്ക് ഇറക്കാനുള്ള വഴിയൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് താഴ്ച എത്താൻ നേരത്ത് ഇങ്ങോട്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് ഇന്ന് കുളിക്കണം. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം മന്ദിറിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ വഴി വന്ന വഴിക്ക് റിവറിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു വഴി കണ്ടിട്ടുണ്ട്. ഈ വഴി കൂടിയാണ് ഇറങ്ങി പോകേണ്ടത്. പിന്നെ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴേക്കും അടുത്ത വഴിയൊന്നും കാണാനായിട്ടില്ല. അപ്പോൾ ഈ വഴി പോയിട്ട് ഓഫ് റോഡാണ്, പയ്യെ സൈക്കിളും ഇറക്കി പോവാം. നമുക്കിനി ഇവിടെ നിന്ന് ചവിട്ടി ഇറക്കാൻ പറ്റൂല, കാരണം നല്ല സ്ലോപ്പുണ്ട്, അതുപോലെ തന്നെ കുഴികളാണ് മൊത്തം. അപ്പോൾ പാറക്കല്ലിൻ്റെയൊക്കെ ഇതുള്ളത് കൊണ്ടിട്ട് നമ്മൾ ചവിട്ടി ഇറക്കി കഴിഞ്ഞാൽ ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്കൊന്നും പിടിച്ചാൽ പിന്നെ കിട്ടൂല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നല്ല കുഴപ്പമില്ലാത്ത റോഡ് പോലത്തെ വഴിയുണ്ട്. റോഡല്ല, കൽപ്പൊടിയിട്ട വഴിയാണ്. അങ്ങനെ ഇവിടെയൊക്കെ വന്നേന്ന് പറഞ്ഞാലും ട്രാക്ടർ ഇവിടെ ചരലെടുക്കാൻ വേണ്ടി വന്നും പോണ ഒരു വഴിയൊക്കെ തന്നെയാണിത്. അതല്ലാതെ വേറെ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാറൊന്നുമില്ല. ഇവിടുത്തെ ലോക്കൽസൊക്കെ തന്നെ ഇവിടെ വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പൊക്കത്തുനിന്ന് നോക്കിയപ്പോൾ താഴെ ആരെയും കാണാനൊന്നുമില്ല. ഇപ്പോൾ പോയ 2 ബൈക്കുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമ്മളിവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരെ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധൈര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയി കുളിച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആവും. കാരണം ഇന്നലെ ഒന്നും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, കുളിക്കാൻ വേണ്ടി ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഒരു കണക്കിനാണ് കിടന്നുറങ്ങിയത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വഴി ഇറക്കി പോയിട്ട് തിരിച്ച് ഈ വഴിയൊക്കെ തന്നെ ഉന്തി സൈക്കിള് പൊക്കത്തോട്ട് കയറ്റണം. അങ്ങനെ നമ്മൾ ഈ കാണുന്ന വഴി കൂടിയൊക്കെ സൈക്കിള് ഉന്തി ഇറക്കിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് മണൽ ഇങ്ങനെ ലൂസായിട്ട് കിടക്കണതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു ഉന്തി താഴത്തോട്ട് എത്താനായിട്ട്. എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയാണ്. ഇവിടെയൊന്നും ആരെയും കാണാനൊന്നുമില്ല. നേരത്തെ ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ മീനെ പിടിച്ചോണ്ടിരിക്കണുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചേട്ടനും പോയി. ഇപ്പോൾ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ നല്ല വിശാലമായിട്ടൊന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ തിരിച്ച് ഈ വഴി തന്നെ ഉന്തി കയറ്റണം. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ കാണാനാണ് റോഡ്. അപ്പോൾ ആ വഴി പോകുമ്പോഴാണ് മന്ദിരമുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെയാണ്. ഭക്ഷണം കഴിച്ചു വെച്ചെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എനർജി ഉണ്ടായിരുന്നത്.
ഇപ്പോൾ രാവിലോട്ട് ഭക്ഷണം കഴിക്കാണ്ട് സൈക്കിളൊക്കെ ഉന്തി ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ടയേർഡായി. ഇപ്പോൾ എന്തായാലും നല്ല വെള്ളവും നല്ല കുളിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടേക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് കുളിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നേരെ മന്ദിറിലോട്ട് പോകാം. അപ്പോഴേക്കും എന്തായാലും ഉച്ചയായിട്ടുണ്ടാവും. അവിടെ അന്നദാനം ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അന്നദാനം ഉണ്ടെങ്കിൽ ഇന്ന് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമല്ലോ. അങ്ങനെ എന്തായാലും ആ ഹോട്ടലിൽ നിന്ന് അവരെ പരിചയപ്പെട്ടത് നല്ല ഉപകാരം തന്നെയായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ കുറേ നേരമായിട്ട് ആ ഹൈവേ കൂടി പോകുമ്പോൾ പെട്രോൾ പമ്പൊക്കെ നോക്കുക തന്നെയായിരുന്നു ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവിടെ എത്തിപ്പെട്ട് അവർ നമ്മളോട് ഇങ്ങനത്തെ ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് റിവറും കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അല്ലെങ്കിൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് തന്നെ ഉണ്ടാവും. ഇവിടെ ഒന്നും ആരുമില്ല. നമ്മൾ ഇറങ്ങി വന്നത് ഈ കാടിൻ്റെ ഇടയിൽ കൂടിയൊക്കെയുള്ള വഴിയിലൂടെ ഉണ്ടാ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊക്കത്തൂടി പോകുന്ന ആൾക്കാർക്ക് നമ്മളെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് ലഗേജും കാര്യങ്ങളെല്ലാം സേഫാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ കുളിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഊരി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങി കുളിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കാണിച്ചു തരാം. എന്നിട്ട് ക്യാമറ എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് കുളിക്കാനായിട്ട് പോകാനായിട്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്കുള്ളത് കൊണ്ടിട്ട് നമുക്ക് ഈ ക്യാമറയൊക്കെ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കലെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും കലക്കം വെള്ളമാണ്. പിന്നെ അടിയിൽ മണലായതുകൊണ്ട് തന്നെ ചെളിയൊന്നുമില്ല, നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് കുളിക്കാൻ വേണ്ടി പോണത്. അതേ കുട്ടൂസൻ നമ്മുടെ കുളി നോക്കിക്കൊണ്ട് അവിടെ നിൽക്കാനുണ്ട്. ഹലോ ഗൈസ്, അത് നമ്മൾ ഒന്നും കൂടി പോയി കുളിച്ചിട്ട് നമ്മളെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി ഇവിടെ തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട്. മഴക്കാറ് വന്നിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതിന് മുമ്പ് പെട്ടെന്നൊന്ന് റെഡിയായിട്ട് മന്ദിറിലോട്ട് പോവാം. അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. ഇവിടെ നല്ല ചൂടുണ്ട് പുറത്ത്, പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അത് കാരണം നല്ലൊരു ആശ്വാസമുണ്ട്. നമുക്ക് കുളിച്ച് കഴിഞ്ഞ് കയറി നമ്മൾ തോർത്തിപ്പോൾ ഇടിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഉണങ്ങിയിട്ട് ഇവിടെ നിന്ന് നേരെ ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ മന്ദിറിലോട്ടാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ മന്ദിറിലിപ്പോൾ അന്നദാനം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിനി ഈ വില്ലേജിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറണം. എന്നാലേ കടകളെല്ലാം കിട്ടുള്ളൂ. വില്ലേജിൻ്റെ അകത്ത് ഇപ്പോൾ കടകളൊക്കെ നോക്കിയിട്ട് കാണാനുണ്ടായില്ല. നമ്മൾ നേരത്തെ അവിടെ കണ്ട ഒരു ചെറിയ കടയിൽ നിന്നാണ് ലേസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിച്ച് ഇനിയിപ്പോൾ പോണ വഴിക്ക് നമുക്ക് എന്തായാലും ആ മന്ദിറിലും കൂടി കയറിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാൻ നോക്കണം. ഇന്ന് രാവിലോട്ട് ഒന്നും കഴിച്ചിട്ടില്ല, ആകെ ലേസ് മാത്രമേ കഴിച്ചേക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോകാൻ നേരത്തെ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആ കാണുന്ന താഴ്ചയെന്ന് പൊക്കത്തോട്ട് കുട്ടൂസനെ കുന്തി കയറി വന്നപ്പോഴേക്കും മൊത്തത്തിൽ വേർത്ത് പൊളിച്ച് ടയേർഡായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ആകെ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മന്ദിറാണ്. അപ്പോൾ നമ്മളിപ്പോൾ മന്ദിറിലുള്ള ഒരു പുള്ളിക്കാരനെ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ് ഭക്ഷണം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞ് നീ എന്തായാലും മന്ദിറിലോട്ട് പോ, ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോയേക്കണം പുള്ളി. അപ്പോൾ ആ പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട്. ആ പുള്ളിക്കാരൻ വന്ന് ആ നേരത്ത് ഭക്ഷണം എന്തായാലും ഇന്ന് നമുക്ക് റെഡിയാവും. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഹൈവേയിലോട്ട് പിടിച്ചിട്ട് വിജയവാഡയ്ക്കുള്ള റൂട്ട് നോക്കി പോകണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ വിജയവാഡ ഫുള്ള് ഹൈവേ കൂടിയായിരുന്നു. അപ്പോൾ വേറൊരു പുള്ളി എനിക്ക് വേറൊരു റൂട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ റൂട്ട് പോകണമെങ്കിൽ നല്ല കുറേ കാഴ്ചകളായിരിക്കും. അത് തന്നെയല്ല പെട്ടെന്ന് തന്നെ ആന്ധ്രയിലെ കോസ്റ്റൽ റൂട്ടിലോട്ട് എത്തിപ്പെടും. അവിടെ നിന്ന് പിന്നെ എല്ലാ ബീച്ചുകളായിരിക്കും. അപ്പോൾ നമുക്ക് ബീച്ചുകളിലൂടെ പോകണമെങ്കിൽ രാത്രിയാകുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തി ആ ബീച്ചിൽ തന്നെ സ്റ്റേ അടിച്ചിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ ആ ഒരു പ്ലാനും കൂടി നോക്കണുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. അമ്പലം എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡ് കാണുന്ന പഴയ ഗോപുരങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നല്ല കയറ്റമാണ്. ഒറ്റയടിക്ക് കയറിയിട്ട് ആ കാണുന്നതാണ് മന്ദിർ. അപ്പോൾ നമ്മളെ വിളിച്ച ആ പുള്ളി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ഈ കയറ്റം കയറി വന്നിട്ട് അമ്പലം എത്തിയിട്ടുണ്ട്. കുട്ടൂസനെ അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളിനിപ്പോൾ അകത്തോട്ട് പുള്ളി വിളിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. ആൾക്കാരുകളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല ശാന്തതയോടുകൂടി തന്നെ കിടക്കുന്നത്. പിന്നെ അമ്പലം കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഈ വഴി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ വലിയ തിരക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വിളിച്ചിട്ടും വന്നത് ഈ പുള്ളിയാണ്. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ
തമിഴ് അറിയാം, തമിഴ്നാട്ടിലായിരുന്നു വീട്. അപ്പോൾ എന്നോട് വഴി വെച്ച് സംസാരിച്ചിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇപ്പോൾ ഭക്ഷണം എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണതാണ്. ഓ എന്നാ പേര്? സുരേന്ദ്ര അതുപോലെ കൽജ. ഓ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇവർ നമ്മളോട് ഇവിടെ നിന്നിട്ട് ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തു. അപ്പോൾ നീ എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നല്ല കുറേ ആൾക്കാരുകളൊക്കെ തന്നെയാണ് നമ്മൾ യാത്രയിൽ എപ്പോഴും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. ആംബിയൻസ് കാണിച്ചു തരാം കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഗണ്ടിയിലെ ഹനുമാൻ മന്ദിറിലായിരുന്നു. ഇപ്പോൾ പോകണ വഴിക്ക് ഞാൻ ഹൈവേ കൂടി പോകുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ എത്തിപ്പെട്ടത് ഇവിടെ. എന്തായാലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇതേപോലെയുള്ള ഓരോ പരിചയപ്പെട്ട് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നേരത്ത് വളരെ നല്ലൊരു മൊമെൻ്റ് തന്നെയാണ് നമുക്ക് ഈ സമയങ്ങളിൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. കുറേ ചോറും അതുപോലെ തന്നെ കറികളൊക്കെ ഇട്ട് തന്നിട്ട് ഞാൻ കഴിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൊത്തം കഴിച്ച് ഇപ്പോൾ വയറ് ഫുള്ളായി. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിലോട്ട് ഇറങ്ങി വരാൻ നേരത്ത് കാണുന്ന കാഴ്ചകളാണ്. മൊത്തം കരിങ്കല്ലിനകത്ത് നല്ല എന്താ പറയണ്ടതെന്ന് അറിയാൻ പാടില്ല, അത്ര ഫിനിഷിങ്ങിലാണ് എല്ലാ കല്ലുകളും കൊത്തി വർക്കുകളെല്ലാം ചെയ്ത് വെച്ചേക്കണത്. അങ്ങനെ ഇതാണ് ഒരു അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ വന്നപ്പോഴുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ വേറൊരു കാഴ്ചയും കൂടി കണ്ട്. ഇങ്ങനെ ഇഷ്ടിക അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോ നമ്മൾ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ ചായച്ച് വെച്ച് നോക്കി. ഇത് പക്ഷേ ഇഷ്ടിക എടുത്തിട്ട് ഇങ്ങനെ കുറേ ചായച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇഷ്ടിക മാത്രമല്ല കേട്ടോ, ചെറിയ ചെറിയ കല്ലുകളുണ്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. ഈ വഴി വരാൻ നേരത്ത് കാണണമെന്ന് പറഞ്ഞാൽ അവിടെ കാണണമെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ വിശ്രമിക്കാനും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു പ്രതിഷ്ഠ ഉണ്ട്, ചെറിയ കുറേ കോവിലുകളും അതുപോലെ തന്നെ കുറേ ആൾക്കാർ വിശ്രമിച്ചൊക്കെ ഇരിക്കണ ഒരു സ്ഥലം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നേരത്തെ കുളിച്ച റിവർ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഈ കാണുന്നത്. അത് ഇപ്പോൾ നമുക്ക് ഇത്രയും മേളിൽ നിന്ന് അങ്ങനെ ഈ കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഓരോ പ്രതിഷ്ഠകളാണ്. അതുപോലെ തന്നെ എല്ലാം നല്ല പഴക്കമുണ്ട്. ഏകദേശം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ പുള്ളിക്കാരനോടാണെങ്കിൽ പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് വന്നുള്ളൂ, അപ്പോൾ പുള്ളിക്കാരന് കറക്റ്റ് ഹിസ്റ്ററി അറിയില്ല. ഇപ്പം നല്ല പഴക്കമുള്ള അമ്പലമാണ് ഇത്. ഇവിടെ നിന്നാണ് മെയിൻ പ്രതിഷ്ഠകളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് കൊടിമരം വന്നത്. കൊടിമരമാണെങ്കിലും ഇവിടെ ചുറ്റിനും ഇങ്ങനെ തണലിന് വേണ്ടിയിട്ട് പായ ഇങ്ങനെ നെയ്തിട്ടേക്കണ തന്നെ നല്ല തണലാണ് എപ്പോഴും. അത് നല്ല തണുത്ത കാറ്റും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇവിടുന്ന് മെയിൻ പ്രതിഷ്ഠ നമ്മളിങ്ങനെ ഇറങ്ങാൻ നേരത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുകളിലൊക്കെ പണ്ട് തെലുങ്കിലൊക്കെ എന്തോ ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട്, എന്തോ എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ കല്ലുകളിലും നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കഴിയുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ഗോപുരമാണ്, ഗോപുരവാതിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിയാൻ നേരത്ത് നമ്മൾ നേരത്തെ ആ കുളിച്ച റിവർ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള വഴികളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കുളിച്ചെന്ന് പറയൂലേ, നേരത്തെ കുളിച്ചെന്ന് പറഞ്ഞാൽ ഈ റിവറിൻ്റെ ഏകദേശം ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റില്ല. ഈ റിവർ പോണത് ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് വളഞ്ഞിങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ആ വളവൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു. കാരണം ഇവിടെ നിന്ന് ബാക്കിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മൾ കുളിച്ച സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെയും ഇത് ഏകദേശം നല്ല പഴക്കമുള്ള അമ്പലമാണ്. ഇപ്പോൾ കുറേ ഗോപുരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ പ്രതിഷ്ഠയൊന്നും നടക്കണില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. പിന്നെ അതുപോലെ തന്നെ ഈ റിവറിൻ്റെ നടുക്കാനായിട്ട് ഒരു വിഗ്രഹം നിൽക്കണമൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് താഴെ വരെ പോയി അവിടെ നിന്ന് നമുക്ക് കുളിക്കാനായിട്ട് റിവറിലോട്ട് ഇറങ്ങിപ്പോയി കുളിക്കാനൊക്കെ സാധിക്കും. പക്ഷെ നമ്മളെന്തായാലും കുളിച്ച് അവിടെ നിന്നൊക്കെ കഴിഞ്ഞുകൊണ്ടിട്ട് ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണില്ല. കാരണം കുട്ടൂസനെ നമ്മൾ പുറത്ത് വെച്ചിട്ട് വന്നേക്കണല്ലോ. ഇവിടെ നിന്ന് ആരും ഒന്നും എടുത്തിട്ടൊന്നും പോലും. ഇവിടെ അധികം അങ്ങനെ ഇവിടത്തെ ആൾക്കാർ മാത്രമേ വന്നുള്ളൂ. എന്നാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കൊടുത്തില്ലെങ്കിൽ ഒരു 7 കിലോമീറ്റർ കറങ്ങിയിട്ട് വേണം നമുക്ക് മെയിൻ റോഡിലോട്ട് എത്താനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഇനി വിജയവാഡയിലോട്ടുള്ള റൂട്ട് സൈക്കിൾ ചവിട്ടി തുടങ്ങിയിട്ട് വേണം നമുക്ക് അവിടെയും എത്തണമല്ലോ.
ഈ ആഴ്ച ഞായറാഴ്ച വിളിച്ചിട്ട് വിജയവാഡ എത്താനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഗോപുരമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രതിഷ്ഠ ഉണ്ട്, പക്ഷേ ഇവിടെ പൂജകളൊന്നും അങ്ങനെ നടക്കണില്ല എന്നൊന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. പ്രതിഷ്ഠ ഉണ്ട്, ഇവിടെ എന്തോ പൂജകളൊന്നും നടക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും ഉച്ച സമയം കൂടി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാര്യമൊന്നും അറിയാൻ പാടില്ല. ഇവിടെ ശാന്തിമാരെല്ലാവരും കിടന്നുറങ്ങണയാണ്, പൂജാരിമാരുകളെല്ലാം. അപ്പോൾ കയറാവുന്നില്ലെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് കയറി നോക്കിയതാണ്. ഇപ്പം എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് കുട്ടൂസൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ ഇത് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ. അങ്ങനെ നമ്മളിപ്പുറത്ത് വേറൊരു ഗോപുരം കൂടി കണ്ടപ്പോഴേക്കും ഇങ്ങോട്ട് വന്നാണ്. ഇവിടെ എല്ലായിടത്തും നമ്മൾ അത്ഭുതപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഈ കല്ലിൽ കൊത്തിയേക്കുന്ന ഓരോ വർക്കുകളൊക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരു ലേപ്പാക്ഷി ടെമ്പിളിൽ പോയപ്പോഴേക്കും അവിടെ ഇതേപോലെ തന്നെ നിറയെ കല്ലിൽ കൊത്തിയ കുറേ വർക്കുകൾ കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ മെഷീൻ ഇല്ലാണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരുകൾ കൈ കൊണ്ട് കൊത്തിയിട്ട് ചെയ്ത വർക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മളിവിടെ കണ്ട അടുത്ത ഒരു 3-4 വിഗ്രഹങ്ങളാണ്. അതായത് രാമനും സീതയും ലക്ഷ്മണനും അതോടൊപ്പം തന്നെ ഹനുമാനും ഉണ്ട്. ഇതെല്ലാം കരിങ്കല്ലിൽ കൊത്തിയ ശില്പങ്ങളാണ്. നല്ല ഭംഗി തന്നെയാണ് കൊത്തി തീർത്തേക്കണത്. ഇപ്പോൾ ഇവിടെ പുറത്ത് തന്നെ ഇങ്ങനെ ചാരി വെച്ചേക്കണം. കണ്ടപ്പോഴേക്കും ഞാൻ നോക്കിയതാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന വഴിക്ക് ഇവിടെ ചെടിയുടെ എന്താണെന്ന് അറിയാൻ പാടില്ല, നിറയെ മുള്ളുണ്ടായിരുന്നു. ഞാൻ ആ വഴിയിലായിരുന്നു. ആ വഴിയിൽ എടുത്തിങ്ങനെ കാല് വെച്ചതും 5-6 മുള്ള് കാലിൽ കുത്തിക്കയറി. അപ്പോൾ തന്നെ അടുത്ത കാല് മാറ്റി വെച്ചത് ആ കാലിലും കുത്തി. ഇപ്പോൾ ചോരയൊക്കെ വന്ന് നമ്മൾ മുള്ളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് പോയതാണ്. എനിക്ക് തോന്നുന്നത് ഈ എന്തോ ചെടിയുടെയാണ്, ഇവിടെ കാണുന്ന ഏതോ ഒരു ചെടിയുടെയാണ്. അത് കഴിഞ്ഞിട്ട് കാല് വെക്കണ അവിടെ മുള്ളായിരുന്നു. പിന്നെ ഇപ്പുറത്തോട്ട് നടന്ന് ഈ വഴിയാണ് പോയത്. അങ്ങനെ നമ്മൾ റിവറിൽ നിന്ന് തിരിച്ച് കയറിയിട്ട് അകത്തേക്ക് കയറാനായിട്ടുള്ള ഗോപുരമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ച് കയറി നമ്മുടെ ബാഗെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗൊക്കെ എടുത്തിട്ട് നേരെ കുട്ടൂസിൻ്റെ അടുത്ത് പോവുക. കുട്ടൂസിനെ കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കണത്. നമ്മുടെ ബാഗ് അവിടെ വെച്ച് ഇപ്പോൾ ഇവിടെ നമ്മളെ കൊണ്ടുവന്ന പുള്ളി ഉണ്ടായിരുന്നാണ്. പുള്ളിനോടൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പോകണം. കാണാനില്ല, അപ്പോൾ അകത്തുണ്ടാവും. എന്തായാലും കണ്ടു പറഞ്ഞിട്ട് പോവാം. അന്നോ ജയക ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇവിടെ ചുറ്റിനും കല്ല് പണി തീർത്തേക്കണം. മൊത്തത്തിലുള്ള ഓരോരോ സ്റ്റോറികളാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കുട്ടൂസനെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ട് ഹൈവേയിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ആ താഴത്തുനിന്നാണ് കയറി വന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമ്മൾ കയറിയ മന്ദിറിൻ്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ചകൾ. അപ്പോൾ ആ താഴേക്കാണ് ഡ്രൈ ആയിട്ട് കാണുന്നതാണ് ആ റിവർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ലേ, അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ പോകാനുള്ള ഈ വഴിയാണ്. നമ്മൾ വന്ന വഴി തന്നെ പോകണില്ല. അപ്പോൾ നമ്മൾ ഈ വഴി പോയി കഴിഞ്ഞാൽ പുതിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോലെ. ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ കറക്കമുണ്ട്. എന്നാലും കുഴപ്പമില്ല. 7 കിലോമീറ്റർ ഇങ്ങനെ കറങ്ങിയിട്ട് പുതിയ വഴികളിലൂടെ നേരത്തെ വന്ന് നമ്മൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഹൈവേയിലോട്ട് എത്തിപ്പെടാൻ സാധിക്കും. നമ്മൾ മന്ദിറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഹൈവേൻ്റെ അടുത്തോട്ട് എത്താറായിട്ടുണ്ട്. നമ്മൾ കുറേ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് വന്നത്. അപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആകെ സൈക്കിൾ ചവിട്ടി ടയേർഡായിട്ടായിരുന്നു അവിടെ കൂടി വന്നിട്ടിരുന്നത് വെച്ചാൽ. കാരണം ഇവിടുത്തെ റോഡുകളെല്ലാം കട്ടറായി കൊണ്ടിട്ട് തന്നെ നമ്മൾ സൈക്കിള് കുറച്ചൊക്കെ കയറ്റവുമായിരുന്നു. അപ്പോൾ ആകെ ചവിട്ടി ടയേർഡായിട്ട് വരുമ്പോഴാണ് ഓരോ വില്ലേജിലെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ ഏകദേശം നമ്മൾ ഹൈവേ ആവാറായിട്ടുണ്ട്. ഞാൻ ഹൈവേ കയറിയിട്ട് ഇന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററും കൂടി പോയിട്ട് നമുക്കിന്ന് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ നാളെ യാത്ര തുടങ്ങണമായിരിക്കും വിജയവാഡയിലേക്ക്. അങ്ങനെ നമ്മൾ ആ വില്ലേജിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഹൈവേ കയറി കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടൊരു പെട്രോൾ പമ്പാണ്. അപ്പോൾ നമ്മുടെ വെള്ളം തീർന്നിരിക്കണേന്ന്. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പൊക്കെ ചൂസ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പെട്രോൾ പമ്പിലും ഇപ്പോൾ ഇത് നമുക്ക് ഇതേപോലത്തെ മിഷനകത്ത് തണുത്ത വെള്ളം ഒരിക്കും മഞ്ഞത്. അപ്പോൾ നമുക്ക്
ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് തണുത്ത വെള്ളമൊക്കെ ഫില്ല് ചെയ്യണം. പിന്നെ ഒരു ചെറിയൊരു ബോട്ടിൽ നമ്മൾ ബാഗിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എമർജൻസിയിലെങ്ങാലും നമുക്ക് ഒരിടത്തുനിന്ന് വെള്ളം കിട്ടാണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സൈക്കിൾ ഓട്ടി പോകുന്ന വഴിക്ക് പെട്ടെന്ന് ബോഡി ഡീഹൈഡ്രേറ്റ് ആവും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ വെള്ളം നോക്കാൻ നേരത്തെങ്ങാലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കുപ്പിയിൽ ബാഗിനകത്തും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ബോട്ടിൽ ഇതേപോലെ തന്നെ തണുത്ത വെള്ളങ്ങൾ കിട്ടുമെങ്കിൽ അത് തന്നെ ഫില്ല് ചെയ്ത് കുടിച്ചിട്ടാണ് പോകണം. ഇനിയിപ്പോൾ ഏകദേശം 3:45 4 മണി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു 6 മണി വരെ സൈക്കിൾ ഓട്ടിയിട്ട് അടുത്തന്നെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം നോക്കണം. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ വെള്ളമൊക്കെ എടുത്ത കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇവിടെയുള്ള ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. പുള്ളി നേപ്പാളിലാണ് വീട്. അപ്പോൾ നേപ്പാളിലേക്ക് നമ്മൾ പോകണോണ്ടിട്ട് നമ്മൾക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. മെയിനായിട്ടുള്ള കുറച്ച് വില്ലേജുകളും അവിടെ പോയിട്ട് അറിയേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചേട്ടനെ കൂടി ഒന്ന് പരിചയപ്പെടാം. എന്നാ राजन तुम्हारा नेपाल से कौन सा जगह? നാരായൺഘാട്. അപ്പോൾ അവിടെ ഇരുന്ന് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകണ വഴിക്ക് ഇനിയിപ്പോൾ എന്തായാലും നല്ല കുറേ കാഴ്ചകൾ പറഞ്ഞുള്ള വീഡിയോ തന്നെ ആയിരിക്കും മഞ്ഞത്. അപ്പോൾ അതേ നമ്മുടെ കുട്ടൂസൻ അവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് അവിടെ ഇരിക്കണം. ആ പയ്യനൊക്കെ ഉണ്ട്. അവനാണ് നമ്മളെ ഇവിടെ നേപ്പാളിലുള്ള ഒരു ചേട്ടനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ നമ്മൾ വീണ്ടും മെയിൻ ഹൈവേന്ന് വീണ്ടും ഉള്ളിലോട്ടുള്ള ഒരു വഴി നോക്കി കയറിയിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് കയറ്റം തന്നെ ആയിക്കോളൂ. കുറച്ച് മലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മലേൻ്റെ ഇടയിൽ കൂടിയുള്ള കയറ്റങ്ങളാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ വിജയവാഡയിലേക്ക് പോകണില്ല. നമ്മൾ അവിടെ നിന്ന് വിജയവാഡ റൂട്ട് പോണ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ഒങ്കോളയിലേക്ക് പോയിട്ട് ഒങ്കോളയിൽ നിന്ന് നേരെ വിശാഖപട്ടണത്തേക്കാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ആന്ധ്രയിലെ കടപ്പേന്ന് ബഡ്വേൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന വഴിക്ക് ചെറിയ മഴയൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് നേരം കയറിയൊക്കെ നിന്നിട്ട് പിന്നെ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് ഇനി പോയാലും ചിലപ്പോൾ ഒന്നും എത്തിപ്പെടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്ന വഴിക്ക് കണ്ടൊരു സ്കൂളാണിത്. സ്കൂളിൽ ഇവിടെ ഒരു സ്റ്റേജ് പോലത്തെ ഒരു സ്ഥലവും കൂടി ഉണ്ട്. അപ്പോൾ ഈ വഴി കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കാണാൻ ചെറിയ ഗേറ്റിൽ കൂടി ഈ വഴിയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കുട്ടൂസനെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ട്. ആരെയും കാണാനൊന്നുമില്ല ഇവിടെ. ഇവിടെ എന്തായാലും രാവിലെ സ്കൂളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും കാണണമെങ്കിൽ നമ്മൾ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള വീട്ടുകാരെയൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ആരെയും കാണാനില്ല. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകല് നടക്കൂല. അപ്പോൾ ആരെങ്കിലും കണ്ട് ഒന്ന് ചോദിച്ചിട്ട് ആരെയും കണ്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ യു ആർ അണ്ടർ CCTV. ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലുതായിട്ട് പേടിക്കാനില്ല. ആരെങ്കിലും സാധനങ്ങൾ എടുത്തിട്ടും പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഈ മൂലക്ക് ആകുമ്പോൾ ടെൻ്റ് അടിക്കണ്ട. സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് ഇവിടെ കിടന്നുറങ്ങണമെങ്കിൽ രാവിലെ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ കുട്ടൂസനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ലഗേജ് ഒന്നും അഴിച്ചിട്ടില്ല. ആരെങ്കിലും കണ്ടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എത്തിയുള്ളൂ. ഇപ്പോൾ ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും എത്തിപ്പെട്ട സ്ഥലം കൊള്ളാം. ഒരു ചെറിയൊരു സ്കൂളാണ്. പിന്നെ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്താണെങ്കിൽ നല്ല കുറേ കാഴ്ചകളൊക്കെ തന്നെ, കുറേ മരങ്ങളുണ്ട്. അപ്പോൾ നമ്മളിന്ന് നിൽക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂലക്കായിട്ടൊരു ചെറിയൊരു ഓഡിറ്റോറിയം പോലത്തെ ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് ആരെങ്കിലും കണ്ട് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ടൈമിൽ അടുത്ത 2 പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. പിള്ളേർ അപ്പുറത്തെ വില്ലേജിൽ തന്നെയുള്ള. അപ്പോൾ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാണ്. ബ്രോ നേ കിരൺ സുനാദ്. അപ്പോൾ വില്ലേജിന് തൂപ്പള്ളി. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള വില്ലേജാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്കൂളിൽ ഏകദേശം 8 മണി തൊട്ട് 9 മണിയൊക്കെ ആകുമ്പോഴേ പിള്ളേർ വരുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് വിട്ടാൽ മതി. അങ്ങനെ നമ്മൾ സ്കൂളിൽ സ്റ്റേ അടിക്കാൻ വേണ്ടി നിന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഹോട്ടലിലോട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും 2 ബ്രോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, ഇതാണ് ആ ചർച്ച്. അപ്പോൾ ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അവിടെ ഈ സ്കൂളിൽ കൊതുകും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബ്രോനായിട്ട് പരിചയപ്പെടാം. ബ്രോ നെയ്? Hi bro. നെയ്? Yuvraj. Hi bro. My name is Surya. Hi bro. Name? Lokesh. And Hi bro. name? Pandu. അപ്പോൾ നമ്മൾ കുട്ടൂസനെ കൊണ്ടുവന്നിട്ട് കുട്ടൂസനെ ഇവിടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നേരെ
സാധനങ്ങളെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഇനി നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കും കിടക്കണേ. ഇവിടെ ഞാൻ ചോദിച്ചായിരുന്നു, അപ്പോൾ രാവിലെ കുർബാനയൊക്കെ ഉണ്ടാവും, അപ്പോൾ നമുക്ക് എഴുന്നേക്കണമല്ലോ. അപ്പോൾ ചോദിച്ചപ്പോഴേക്കും ഇവിടെ ഞായറാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുമാണ് കുർബാന ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ വലിയ കുഴപ്പമൊന്നുമില്ല, രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പോയാൽ മതി. അങ്ങനെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണാൻ ആരെങ്കിലൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കും. നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ അറിവുകൾ പറഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോകൾ ഉടനെ വരുന്നതായിരിക്കും.